മുഹമ്മദ് എന്ന പേരിൻ്റെ മഹത്വമാണ് പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണല്ലോ മുഹമ്മദ്. ആ മുഹമ്മദ് എന്ന പേരിടുന്നതിൻ്റെ മഹത്വം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ വുലിദ ലഹു സലാസത്തു ഔലാദിൻ, ഒരാൾക്ക് 3 ആൺമക്കൾ ജനിച്ചു. പക്ഷേ വലം യുസമ്മി അഹദഹും മുഹമ്മദൻ, പക്ഷേ ഒരാൾക്കും അതിൽ മുഹമ്മദ് എന്ന് പേരിടാതിരിക്കുകയും ചെയ്താൽ ഫഖദ് ജഹില, അവൻ വിവരക്കേട് കാണിച്ചിരിക്കുന്നു. ആ വാപ്പ ചെയ്തത് എന്താണ്? വിവരക്കേടാണ്. അപ്പോൾ 3 ആൺമക്കൾ ഒരാൾക്കുണ്ടായി, എന്നാൽ അതിലൊരാൾക്ക് പോലും മുഹമ്മദ് എന്ന് പേരിട്ടില്ല. അവൻ ചെയ്തത്, ആ വാപ്പ ചെയ്തത് വിവരക്കേടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മുഹമ്മദ് എന്ന് നമ്മുടെ മക്കൾക്ക് പേരിടണം. അത് വലിയ മഹത്വമുള്ളതാണ് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. മുഹമ്മദ് എന്ന പേരിടൽ വലിയ പുണ്യമുള്ള കാര്യമാണെന്ന, അതിന് വലിയ പോരിശകൾ കാണാം വന്നിട്ടുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തൻ്റെ മകന് മുഹമ്മദ് എന്ന് പേരിട്ടു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ട പേരാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് വെച്ചത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണല്ലോ മുഹമ്മദ് എന്നത്, അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ വെച്ചത് എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയാൻ. മുഹമ്മദ് എന്ന് പേരുള്ളവർക്ക് ഒരു വലിയ മഹത്വമുണ്ട്. എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, യുനാദ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ പരലോകത്ത് ഒരാൾ വിളിച്ചു പറയും, മിൻ അജ്ലി തഅലീമിൻ നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽയഖും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി മുഹമ്മദ് എന്ന് പേരുള്ളവർ ഫൽയദ്ഖുലിൽ ജന്ന, അവരെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ഒരു വാപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തൻ്റെ മകന് എന്ത് ചെയ്തു? മുഹമ്മദ് എന്ന് പേരിട്ടു. എന്നാൽ അവർക്ക് ലഭിക്കുന്ന മഹത്വം എന്താണ്? ഫൽയദ്ഖുലിൽ ജന്ന, അവരോട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പറയും എന്ന്. അപ്പോൾ മുഹമ്മദ് എന്ന് പേരുള്ളവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാണ് ആ പേര് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, മദീനക്കാർ പറയും, മുഹമ്മദ് എന്ന് പേരുള്ള വീട്ടുകാർക്ക് നല്ല ഭക്ഷണം നൽകപ്പെടും എന്ന് മദീനക്കാർ പറയുമായിരുന്നു എന്ന് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്, മുഹമ്മദ് എന്ന ആ പേര് നമ്മൾ മക്കൾക്കിടുന്നത് വലിയ മഹത്വമുള്ളതാണ്. ആ പേരിട്ടാൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിലൊക്കെ പേരിടുന്നത് നമുക്കറിയാം, വളരെ മോശമായ പേരുകളാണ് ചില രക്ഷിതാക്കൾ മക്കൾക്കിടുന്നത്. മാത്രമല്ല, പേരിടുന്നത് അർത്ഥങ്ങൾ നോക്കാതെയാണ് ചിലരൊക്കെ പേരിടുന്നത്. അങ്ങനെയൊന്നും ചെയ്യരുത്. പണ്ട് കാലത്തൊക്കെ പേരിടാൻ വേണ്ടി എല്ലാവരും ബദരീങ്ങളുടെ പേരായിരുന്നു നോക്കാറുള്ളത്. ബദരീങ്ങളുടെ പേരുകളിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്ത് മക്കൾക്കിടും. അവർ കൂടുതൽ തിരയാറില്ല. ഇപ്പം പേര് തിരയുന്ന പണിയാണ് കൊല്ലങ്ങളോളം. എന്നിട്ട് കുറേ കൊല്ലം കഴിഞ്ഞിട്ടാണ് പേരിടുക.
കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പേരിടുക. അങ്ങനെയൊന്നും അല്ല വേണ്ടത്. അതൊക്കെ നമ്മൾ വേഗം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പേര് നല്ല പേരാണ് നമ്മൾ ഇടേണ്ടത്. ബദരീങ്ങളെ പേര്, അതുപോലെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിൻ്റെ 99 നാമങ്ങളില്ലേ, അതിൽ നിന്നുള്ള ഒരു നല്ല പേര് എടുത്തിടുക. ഇങ്ങനെയൊക്കെയാണ്. അതല്ലെങ്കിൽ മുൻകാലത്തുള്ള മഹാന്മാർ, നല്ല ആളുകൾ, അങ്ങനത്തെ വരെ പേരുകളാണ് മുൻകാലത്തുള്ളവരൊക്കെ ഇടാറുള്ളത്. പക്ഷേ ഇപ്പം അതൊക്കെ മാറി പുതിയ പുതിയ പല പേരുകളും ആയി മാറിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുക. മുഹമ്മദ് എന്ന പേരിടണം എന്ന് നമുക്ക് ഞാൻ ഈ പറഞ്ഞ സംഭവത്തിൽ നിന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ആൺകുട്ടികൾക്ക് മുഹമ്മദ് എന്ന് പേരിടുന്ന ഒരു ശ്രദ്ധ നമുക്കുണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങനെ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ അല്ലാഹു നമുക്കും കുടുംബത്തിനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ.